അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, 2025 മെയ് മാസത്തിൽ നാഗ്പൂരിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട റിജാസ് എന്ന പത്രപ്രവർത്തകൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നെനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. റിജാസ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ റിജാസ് ഇന്ത്യയിലെ സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ ഭീകരതകൾക്കെതിരെ, ഇസ്രായേൽ ഫലസ്തീനികൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ വംശഹത്യക്കെതിരെ നിരന്തരം നിലപാടെടുക്കുകയും സമരം ചെയ്യുകയും ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു യുവ പത്രപ്രവർത്തകനും ഒരു മനുഷ്യാവകാശ പോരാളിയുമായിരുന്നു. പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയ തിരിച്ചടി, ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയെ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിച്ചു എന്നുള്ളതാണ് റിജാസിനെതിരെ ഞാൻ മനസ്സിലാക്കിയ കുറ്റം ഭരണകൂടം ചാർത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിച്ചു എന്നുള്ളൊരു കുറ്റമാണെങ്കിൽ തന്നെ ഏതാണ്ട് 200 ദിവസത്തോളമാകുന്നു റിജാസ് ജയിലിൽ അടക്കപ്പെട്ടിട്ട്. UAPA കേസിൽ പ്രത്യേക കോടതിയും പ്രത്യേക പോലീസ് വിഭാഗവും ആ കേസ് അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വിചാരണ ചെയ്ത് റിജാസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുവാനും അതിനുള്ള സമയം തന്നെ, അല്ലെങ്കിൽ അതൊരു ശിക്ഷയായി കണക്കാക്കുവാനുള്ള കാലം തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അനന്തമായി റിജാസ് മറ്റൊരു സംസ്ഥാനത്ത് ജയിലിൽ കഴിയുകയാണ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഇന്നും ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് എത്തി എന്ന് പറയുന്ന ആളുകൾ, പാകിസ്ഥാനികളിൽ നിന്ന് ഇന്ത്യ ആരോപിക്കുന്ന ആളുകൾ ഇന്ത്യയുടെ അതിർത്തി കടന്ന് എങ്ങനെ കാശ്മീരിലെത്തി? അതിർത്തികൾക്ക് കാവൽ നിൽക്കുന്നത് ഒരിക്കലും മുസ്ലിം ഭീകരവാദികളല്ലല്ലോ. ഇനി അതിനുശേഷം, അവരുടെ കൃത്യത്തിന് ശേഷം അവരെങ്ങനെ തിരിച്ചുപോയി? ഇന്നും അത് നടത്തിയെന്ന് പറയുന്ന ആളുകളെ പിടികൂടാനോ വധിക്കുവാനോ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ന്യായമായ സംശയങ്ങൾ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ള കാരണത്താൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ അനന്തമായി ജയിലിലിടുന്നതിനോ നാട് കടത്തപ്പെടുന്നതിനോ അംഗീകരിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയുകയില്ല. റിജാസിനെ സംബന്ധിച്ചിടത്തോളം, റിജാസിനെ എനിക്ക് പരിചയം കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമായ കളമശ്ശേരി സ്ഫോടനം, മാർട്ടിൻ എന്ന് പറയുന്ന തീവ്ര ദേശീയവാദി തൻ്റെ ആശയങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല എന്ന കാരണത്താൽ പെന്തക്കോസ്ത് വിഭാഗം സംഘടിപ്പിച്ച മതവേദിയിൽ ബോംബ് വെക്കുകയും 8-9 ആളുകളെ കൊല്ലുകയും ചെയ്യുന്നു. മാർട്ടിൻ ഈ സ്ഫോടനം നടത്തിയതിനു ശേഷം പോലീസ് ആദ്യം എത്തുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. അന്ന് എന്നെ പ്രിവൻറ്റീവ് കസ്റ്റഡിയിലെടുക്കുകയും അത് ഞാൻ ജയിലിൽ നിന്ന് ഒരു സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് അത് മീഡിയകളും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മിക്ക സംഘടനകളും അത് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത് വലിയൊരു വിഷയമായ ഒരു കാര്യമാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് റിജാസ് എന്നെ സമീപിക്കുകയും എന്നോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മക്തൂബ് എന്ന് പറയുന്ന റിജാസ് ജോലി ചെയ്യുന്ന മീഡിയയിൽ കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് റിജാസിനെ ഞാൻ പരിചയപ്പെടുന്നത്. അതിനെ തുടർന്ന് റിജാസിനെതിരെ കേസ് വരെ ഉണ്ടായി. എന്നെ ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ പേരിൽ, ആ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ റിജാസിനെതിരെ, റിജാസ് ജോലി ചെയ്ത മക്തൂബ് എന്ന മീഡിയക്കെതിരെ, അതിൽ അഭിപ്രായം പറഞ്ഞ അമീൻ ഹസൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെതിരെയൊക്കെ ഗവൺമെൻറ് കേസെടുക്കുകയുണ്ടായി. അതിനുശേഷം മട്ടാഞ്ചേരി, ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി മട്ടാഞ്ചേരി സന്ദർശിച്ചപ്പോഴും പോലീസ് എന്നെ വിളിപ്പിക്കുന്ന സമയത്തും റിജാസ് അതിൻ്റെ സത്യാവസ്ഥ മീഡിയകളിലൂടെ ജനങ്ങളെ അറിയിക്കുകയുണ്ടായി. നിരന്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ഭരണകൂടത്തിൻ്റെ കണ്ണിലെ കരടായിരുന്നു റിയാസ് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം, റിജാസിന് നീതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ
മനുഷ്യാവകാശ പ്രവർത്തകർ റിജാസ് ഐക്യദാർഢ്യ സമ്മേളനവും റിജാസിന് നീതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരവും നടത്തുകയുണ്ടായി. എന്നാൽ അതിൽ പങ്കെടുത്ത എല്ലാവർക്കെതിരെയും കേസെടുത്തുകൊണ്ട് പോലീസ് അത്തരത്തിലുള്ള മനുഷ്യാവകാശ സമരങ്ങളെ മോശമാക്കാനും അതിൽ പങ്കെടുക്കുന്നവരെ പിന്തിരിപ്പിക്കുവാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സ്വന്തം നാട്ടിൽ നിന്ന് നാടുകടത്തി മറ്റ് സ്ഥലങ്ങളിൽ ജയിലിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുന്നൊരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അബ്ദുൽ നാസർ മദനിയെ കേരളത്തിൽ നിന്നും കോയമ്പത്തൂർ കേസിൽ പെടുത്തി അവിടെ 10 വർഷം വിട്ടു. ഇപ്പോൾ റിജാസിനെ, കേരളത്തിലുള്ള റിജാസിനെ യാത്ര ചെയ്യുന്ന വഴി, കേരളത്തിൽ നിന്നല്ല അറസ്റ്റ് ചെയ്യുന്നത്, യാത്ര ചെയ്യുന്ന വഴി മറ്റ് സംഘപരിവാറിന് മേൽക്കോൽമയുള്ള ഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്ന അവസ്ഥ. അതുകൊണ്ട് ഒരിക്കലും അബ്ദുൽ നാസർ മദനി 10 വർഷം ജയിലിൽ കിടന്ന് നിരപരാധി എന്ന് കണ്ടെത്തി മോചിതനാകുന്ന അത്തരം കാര്യങ്ങൾ പോലെ, അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നാം കണ്ടു 2005 ബോംബെയിൽ നടന്ന ബോംബ് ബ്ലാസ്റ്റിൽ വധശിക്ഷയ്ക്ക് വരെ വിധിക്കപ്പെട്ട ആളുകളെ കഴിഞ്ഞ മാസമാണ് നീണ്ട വർഷങ്ങൾക്ക് ശേഷം അവർ മോചിതരാകുന്നത്. മലേഗാവ് സ്ഫോടനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ നിരപരാധി എന്നുകൊണ്ട് വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞ് മോചിതരാകും. അതുപോലെ റിജാസിനെ വർഷങ്ങളോളം ജയിലിലിട്ടിട്ട് ആ ചെറുപ്പക്കാരൻ 10-12 വർഷം ജയിലിൽ കിടന്ന് നിരപരാധി എന്ന് കണ്ടെത്തി വിടുന്നൊരവസ്ഥയിലേക്ക് റിജാസിൻ്റെ ഒരു വിഷയം നാം എത്തിക്കരുത്. റിജാസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിജാസിനെ വിചാരണ ചെയ്ത് ശിക്ഷിക്കട്ടെ, അതല്ലെങ്കിൽ റിജാസിനെ എത്രയും വേഗം മോചിപ്പിക്കണം. റിജാസിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള നിയമപരമായ പോരാട്ടങ്ങൾക്ക് മുഴുവൻ മനുഷ്യസ്നേഹികളും ഒപ്പം നിൽക്കാൻ തയ്യാറാവേണ്ടതുണ്ട് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.